എന്താണ് ആലോചിക്കുന്നത്? ഇല്ല മായാവി, പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈജിപ്തിന്റെ ചരിത്രം പണ്ട് കാര്യമായി പഠിച്ചത് ഇപ്പോൾ ഉപകാരപ്പെടുന്നു. വിശദമായി പറയാം. ഈജിപ്ത് ഭരിച്ചിരുന്ന ഏതോ ഫറവോയുടെ രാജമുദ്രയാണിത്. തനി തങ്കം. ഓരോ ഫറവോയും മരിക്കുമ്പോൾ ഇത്തരം രാജചിഹ്നങ്ങളും ആഭരണങ്ങളുമൊക്കെ ശവകുടീരത്തിൽ അടക്കം ചെയ്യുന്ന പതിവുണ്ട്. അത്തരം പല ശവകുടീരങ്ങളും പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട്. പലതും വളരെ മുമ്പേ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ഈജിപ്തിന്റെ സുവർണകാലത്ത് എല്ലാ ഫറവോമാരും ഇത്തരം സമ്പത്തോടു കൂടിയാണ് അടക്കം ചെയ്യപ്പെട്ടിരുന്നത്. പല ഫറവോമാരുടെയും അന്ത്യനിദ്ര ശാന്തമായിരിക്കും. എന്നാൽ ചിലർ മാത്രം ശവകുടീരം തുറക്കുന്നവരെ വേട്ടയാടും. രാജചിഹ്നങ്ങൾ കൈവശം വെക്കുന്നവരെ ഫറവോ പിന്തുടരും. തുത്തൻഖാമൻ എന്ന ഫറവോയുടെ കഥയാണ് പ്രശസ്തം. 9-ാം വയസ്സിൽ രാജാവായ തുത്തൻഖാമൻ 19-ാം വയസ്സിൽ എങ്ങനെയോ മരണമടഞ്ഞു. 1922-ലാണ് തുത്തൻഖാമന്റെ ശവകുടീരം കണ്ടെടുക്കപ്പെട്ടത്. ശവക്കല്ലറ തുറന്നതോടെ ആ ഫറവോ ഉറക്കമുണർന്നു. തന്റെ കല്ലറ തുറന്നവരെ തുത്തൻഖാമൻ പിന്തുടർന്നു, വേട്ടയാടി. ആ ഗവേഷണത്തിന് പണം നൽകിയിരുന്ന കാർണർവോൺ പ്രഭു മരണമടഞ്ഞു. ഗവേഷക സംഘത്തിലെ മറ്റു പലരെയും മരണവും ദുരന്തങ്ങളും പിന്തുടർന്നു. ഇതും അത്തരമൊരു ഫറവോയുടെ രാജചിഹ്നമായിരിക്കണം. വേട്ട തുടരുന്ന ഏതോ ഒരു ഫറവോയുടെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നോക്കൂ. മുതല ചത്തുപോയി, മൗഗ്ലിയും ബഗീരനും വീണു, ആ കടുവയ്ക്കും അപകടമുണ്ടായി. എന്തുകൊണ്ടോ നമ്മൾ ഇതുവരെ രക്ഷപ്പെട്ടു നിൽക്കുന്നു. അടുത്ത നിമിഷം ഠേ! ഇടിമിന്നൽ, അതും തെളിഞ്ഞ മാനത്ത്. അതെ, ഒരുപക്ഷെ ഫറവോ നമ്മളെയും നോട്ടമിടുന്നതാവാം. അതെ. ഹോ, ഈ രാജമുദ്ര സുരക്ഷിതമായ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ മതിയല്ലോ. മതി. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൽ നിന്നൊരു ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. നടുവിലെ ഒരു രത്നം. ചില മണിക്കൂറുകൾക്ക് മുമ്പ് വരെ രത്നം ഇതിലുണ്ടായിരുന്നുവെന്ന് ഈ വിടവ് നോക്കിയാൽ അറിയാം. അതായത് കാണാതായ രത്നം ഇവിടെ എവിടെയോ ഉണ്ട്. നമുക്ക് ആ രത്നം കണ്ടെത്തേണ്ടി വരും. പക്ഷേ എങ്ങനെ? മുതല ചത്തുകിടന്ന ആ പുഴക്കരയിൽ പോയി നോക്കാം. അതേ വഴിയുള്ളൂ. അതെ, അതുവരെ ഇത് ഈ മരപ്പത്തിൽ സൂക്ഷിക്കാം. അവർ പുറപ്പെട്ടു. വഴിക്ക് വെച്ച് അതാ ലുട്ടാപ്പി ബോധം കെട്ട് കിടക്കുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലുണ്ട്. അതാ അവിടെ ആ കുറുക്കനുമുണ്ട്. കുറുക്കനെ കണ്ട് കുട്ടിച്ചാത്തൻ പേടിക്കുകയോ? മായാവി, എന്താ ഒന്നും മിണ്ടാത്തത്? മായാവി, മായാവി, നിങ്ങൾ ആ കുറുക്കൻ്റെ അടുത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ എനിക്ക് കാണാം. ഹോ, ലുട്ടാപ്പിയും ഇത് കണ്ടാണ് പേടിച്ച് വീണത്, തീർച്ച. എന്താണത്? എന്താണ് അവിടെ കാണുന്നത്? മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ കാണാനാവാത്ത പലതും ഞങ്ങൾക്ക് കാണാം. അത്തരമൊരു കാഴ്ച. ഫറവോയുടെ രൂപം. ആ കുറുക്കനും ഇതുമായി എന്തു ബന്ധം? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന സാധനം ആ കുറുക്കൻ്റെ കൈവശമുണ്ട്, ആ രത്നം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുറുക്കൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. നമ്മളെ കണ്ടാൽ അവൻ ഓടും. എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് പ്രതീക്ഷിക്കാം. ആരോ വരുന്നുണ്ടല്ലോ. ഒരു കടുവയാണ്. കൂടെ ഒരു മൂങ്ങയും ഉണ്ടല്ലോ. വൈദ്യരെ, സൂത്രന്റെ കാര്യം കട്ട പുകയായി. വിളിച്ചിട്ട് അനക്കമില്ല. ആ പാമ്പ് കടിച്ചു ആവോ? സംഗതി ഗൗരവമാണല്ലോ. നോക്കാം. വയറ്റിലെന്തോ കട്ടിയായി കിടക്കുന്നുണ്ട്. അവനെ പുറത്തു ചാടിക്കണം. ഈ മരുന്ന് കൊടുത്താൽ സംഗതി ശരിയാവും. മൂങ്ങയും ശരിയും ചേർന്ന് സൂത്രന് മരുന്ന് നൽകി. ഖീ! ഓഹോ, അപ്പോൾ ഈ കല്ലാണ് ഇതിനെല്ലാം കാരണം. രത്നം. സൂത്രൻ കാട്ടുപഴമാണെന്ന് കരുതി തിന്നതാ. ഹമ്പട, സൂത്രന്റെ വയറ് വേദനിപ്പിച്ച കല്ല്. കുരുത്തം കെട്ട കല്ല്. ഇത് ഞാൻ വെച്ചേക്കില്ല. എന്റെ ഈ സ്നേഹം കണ്ടാൽ സൂത്രന്റെ വഴക്കൊക്കെ മാറും. ഗുഡ് ക്യാച്ച്. വരൂ, ഇനി സമയം കളയാനില്ല. 3 പേരും രാജമുദ്ര ഒളിപ്പിച്ചു വെച്ച മരത്തിനടുത്തെത്തി. വേഗം രത്നം ഇതിൽ പിടിപ്പിക്കണം. ഓക്കേ. അടുത്ത നിമിഷം കാതടപ്പിക്കുന്ന ഇടിനാദം മുഴങ്ങി. ഇനിയുള്ള ജോലി എനിക്ക് വിട്ടുതരൂ. ഓൾ ദി ബെസ്റ്റ് മായാവി. രാജമുദ്രയുമായി ശരവേഗത്തിൽ മായാവി കുതിച്ചു പാഞ്ഞു. ഫറവോ തന്നെ പിന്തുടരുന്നത് മായാവിക്ക് കാണാമായിരുന്നു. കടൽ, രാജമുദ്ര ഉപേക്ഷിക്കാൻ യോജിച്ച സ്ഥലം. ഒരു കടൽ ജീവിയും ഇത് കൊത്താതിരിക്കട്ടെ. മായാവിയുടെ ആഗ്രഹം സഫലമായി.
സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു കൊച്ചു മീൻ പോലും ശ്രദ്ധിക്കാതെ ആ രാജമുദ്ര കിടന്നു. അതോടെ ഫറവോ ശാന്തനായി ഉറങ്ങാൻ തുടങ്ങി. ബാക്കിയുള്ള കഥ ചുരുക്കി പറയാം. ഹെലികോപ്റ്റർ നഷ്ടപ്പെട്ട ജമ്പനും തുമ്പനെയും മായാവി തോളിലേറ്റി നാട്ടിലെത്തിച്ചു. ബോധം കെട്ടുകിടന്ന ലുട്ടാപ്പിയെ കുട്ടൂസൻ എപ്പോഴോ തിരിച്ചു വന്ന് എടുത്തുകൊണ്ടുപോയി. വിഴുങ്ങിയ രത്നം പുറത്തു വന്നതോടെ വിശപ്പും തിരിച്ചു വന്ന സൂത്രൻ ഷേരുവിനോടൊപ്പം പുതിയ സൂത്രവിദ്യകൾ ആലോചിച്ചു തുടങ്ങി.